ഞാൻ നേരത്തെ പറഞ്ഞതാണ്, കോൺഗ്രസ് നിലപാടില്ലായിരുന്നല്ലോ. സത്യമല്ലേ അദ്ദേഹം പറഞ്ഞത്? ഈ ഇഷ്യൂ വന്നപ്പോ പോലും കോൺഗ്രസ് ഇന്നും ഇന്നലെ ഇതുവരെ ഈ ശബരിമല ഇഷ്യൂവിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിലപാടില്ലല്ലോ. ഒന്നെങ്കിൽ എവിടെയെങ്കിലും എതിർക്കുക, അല്ലെങ്കിൽ അനുകൂലിക്കുക. ഇതൊന്നുമില്ലാത്ത നിലപാട് ആണ് കോൺഗ്രസ് സ്വീകരിച്ചത്. അത് മിസ്റ്റർ സുമാരൻ നായർ പറഞ്ഞത് വളരെ ശരിയാണ്. എനിക്ക് ഒരു കോംപ്ലക്സില്ല. കോൺഗ്രസ്സുകാർ ഇവിടെ വരണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം അവരെന്നെ അകത്താക്കാൻ നോക്കിയ ആളുകളല്ലേ, ജയിലിലാക്കാൻ. അതിന് പെറ്റീഷൻ കൊടുത്തതല്ലേ. അത് മറന്നുപോയാ നിങ്ങള്? മാത്രമല്ല അവര് തന്നെ പറഞ്ഞില്ല എന്റെ വീട്ടിൽ കോൺഗ്രസ്സുകാരും വരണമെന്ന്. KPCC വിലക്കിയ വീടാണിത്. വിലക്കിയിട്ടില്ലെന്നവര് പറയട്ടെ. അഥവാ പലരും വന്നിട്ടുണ്ടെങ്കിലും പാത്തും പതുങ്ങി വന്നിട്ടുള്ളേ കോൺഗ്രസ്സുകാര്. കാരണം വിലക്ക് കിടക്കുകയാണ് ഇപ്പോഴും. ഒരു കാരണവശാലുമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വരുന്നില്ല എന്നുള്ളൊരു പണക്ക് അശേഷമില്ല. വരാതിരിക്കുന്നത് സന്തോഷം തന്നെയാണ്. കാരണം അവരെ എന്നെ അകത്താക്കാൻ ശ്രമിച്ചവര് ഇനി എന്റെ വീട്ടിനെ അകത്താക്കാൻ ഞാനെന്താ ശ്രമിക്കണത്? അത് തീർച്ചയായിട്ടും ഞാൻ ചോദിക്കട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആൾക്കൂട്ടം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവരാരും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല. നിമിഷം കൊണ്ട് എത്ര ആയിരം ആളെ വേണമെങ്കിലും അവർക്ക് കൂട്ടാനുള്ള ശക്തിയുണ്ട്, മനുഷ്യതയുണ്ട്. പക്ഷെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ആ പമ്പ നിങ്ങൾക്കറിയാമല്ലോ, അവിടെ ആളുകൾ ചെല്ലാനുള്ള പ്രയാസങ്ങൾ. അത് രാവിലെ ഞാൻ തന്നെ എത്രയാണ് പത്തനംതിട്ട താമസിച്ചിട്ട് പോലും ഞാൻ 5:30 മണിക്ക് എഴുന്നേറ്റിട്ടാണ് ഞാൻ 10 മണിക്കെങ്കിലും അവിടെ ഓടിയെത്തിയത്. അങ്ങനെ ആളുകൾക്ക് ചെല്ലാനുള്ള പ്രയാസങ്ങളുള്ളൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചതിന് കുറെ ബുദ്ധിമുട്ടായി പോയി. മാത്രമല്ല അത് കഴിഞ്ഞ ഉടനെ തന്നെ ഇവര് ഈ ഗ്രൂപ്പ് ചർച്ച വെച്ചു. ഈ ഗ്രൂപ്പ് ചർച്ച ആരെങ്കിലും അപ്പത്തന്നെ വെക്കുവാ. അപ്പൊ ഗ്രൂപ്പ് ചർച്ചയ്ക്ക് കുറെ ആള് പോയി. അപ്പൊ ഇതിനെ 3ആയിട്ട് അപ്പത്തന്നെ ഡിവൈഡ് ചെയ്ത്. അപ്പൊ അവർക്ക് കുറച്ച് ഭാവനാപരമായ ആ പ്രവർത്തിയെ സംബന്ധിച്ചിടത്തോളം പ്രാക്ടിക്കലായ ചിന്തയിൽ അല്പം അപാകത വന്നു. NSSന്റെ നിലപാട് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുമെന്നുള്ളതാണ് എന്റെ വിശ്വാസം. ആയിരുന്നല്ലോ. സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കുകളും കൂടെ കൂട്ടിച്ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ അത് സർക്കാരിന് കൊടുക്കുന്നൊരു പിന്തുണയായിട്ടാണ് അരിയാഹാരം കഴിക്കുന്നവർക്ക് തോന്നുക.